ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ്റെ ബ്രെയിൻ ഫ്രൈ ആണ്. അതിനായിട്ട് നമ്മളിവിടെ 2 മട്ടൻ്റെ ബ്രെയിൻ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇനി നമ്മൾ ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കറിവേപ്പില ഇട്ട് അതിലേക്ക് സവാളയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാളയുടെ കളർ ചെറുതായിട്ട് മാറുമ്പോഴേക്കും നമ്മളിതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ ഇഞ്ചി പേസ്റ്റും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് രണ്ടിൻ്റെയും പച്ചമണം നമുക്ക് മാറിക്കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും നമ്മൾ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം നമുക്ക് മാറിക്കിട്ടണം. ഈ സവാളയും എല്ലാം നല്ലപോലെ ഒന്ന് വാടി കഴിയുമ്പോഴേക്ക് നമുക്കിതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ്റെ ബ്രെയിൻ എടുത്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നമ്മുടെ മട്ടനും സവോളയും എല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ചിക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. മട്ടൻ്റെ ബ്രെയിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം നേരം ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.